അഭിലാഷേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേട്ടായിരുന്നു. ഈ ശാന്തിവിള ദിനേശ് ചേട്ടൻ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞത്. ആദ്യമേ എന്താ സംഭവം എന്ന് പറയാം, ആദ്യമേ നമ്മുടെ ആറാട്ടണ്ണല്ലേ, അദ്ദേഹത്തിനെ കുറിച്ച് പുള്ളി ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫോൺ കോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരാളെ വിശ്വസ്തയോടെ വിളിക്കുമ്പോൾ അയാളുടെ ഫോൺ കോൾ എടുത്തിട്ട് റീച്ച് കൂട്ടുന്ന പരിപാടി. ആദ്യമായിട്ട് ആറാട്ടണ്ണനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അത് പറയേണ്ട കാര്യമില്ല പുള്ളിക്ക്. കാരണം ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരുപാട് പേര് തെറി വിളിക്കുന്നുണ്ട്, സിനിമാ മേഖലയിലുള്ളവർ വരെ പലരെ കുറിച്ച് പറയുന്നതിൽ. വ്യക്തിപരമായിട്ടുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയാം. കയറിയൊക്കെ അതായത് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് തെറി വിളിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തെറി വിളിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കിയേക്കണം. ആറാടനെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എന്താണ് മുടി വെട്ടാത്തവൻ, കുളിക്കാത്തവൻ, പിച്ചക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്തൊക്കെയോ കമൻസ് ഒക്കെ. അത് പറയാനുള്ള യോഗ്യത പുള്ളിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യരാണ്. എന്തിനാണ് വെറുതെ പറഞ്ഞത്? പുള്ളിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നണേ. കണ്ടോ, റീച്ച് കിട്ടാനാണെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയത്തില്ല. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സിനിമാ കാര്യങ്ങൾ മാത്രം ചെയ്യുക. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല സുഹൃത്തുക്കളും ഈ വീഡിയോ എടുത്ത് എനിക്ക് ഇട്ട് തന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. എന്തിനാണ് പുള്ളി നമ്മളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്? പുള്ളിയുടെ പേജിന് താഴെ കുട്ടിയുള്ള തെറി വരെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, തായും പൂവും കൂട്ടി ഒരുപാട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം മുഖം കണ്ണാടിയിൽ ആദ്യമേ നോക്കുക, എന്നിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ. വിമർശിക്കാനും ഉപദേശിക്കാനും. നമ്മുടെ സ്വന്തം മുഖം നല്ലതാണെന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ. അതുപോലെ അലിൻ ജോസിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അലിൻ ജോസിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അലിൻ ജോസിന്റെ വീട്ടുകാരെ വരെ വിളിക്കുന്നുണ്ട്, അതിനകത്ത് എന്തൊക്കെയോ പറഞ്ഞ്. അതൊക്കെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. കാരണം ശാന്തിവിള ദിനേശായിട്ട് ഞങ്ങൾക്കൊരു പിണക്കമില്ല, ഒരു ഇതുമില്ല. പക്ഷെ ഞങ്ങൾ ഒന്ന് ഉപദ്രവിക്കാനേ പാടില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇത് കാണിക്കുന്നത്? അയാൾക്ക് അയാളുടെ സിനിമാ പ്രവർത്തനമായിട്ട് എന്തും നിർമ്മിതാവോ സംവിധാനമൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അതായിട്ട് മുന്നോട്ട് പോയതല്ലേ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാൻ പറ്റുന്ന കാര്യം. ശാന്തിവിള ദിനേശ് ചേട്ടൻ ഇന്നാൾ വരെ കഴിഞ്ഞ വർഷം 2023 ഞാൻ വൈറലായ സമയത്ത് എനിക്ക് കുറെ പുള്ളിയുടെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ അയച്ചു തരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓർത്ത് ഇന്ന് നല്ല മനുഷ്യൻ എന്നൊക്കെ ഓർത്ത് റീച്ചിന് വേണ്ടി എനിക്ക് അയച്ചു തരാറുണ്ട് പുള്ളി. അയച്ചു തരാറുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു സിനിമാപരമായിട്ട് ആൾക്കാർ അദ്ദേഹത്തിനെ തെറി വിളിക്കാറുണ്ടെന്ന് പറയുന്നു. അതൊക്കെ എനിക്ക് അറിയാൻ പാടില്ല, അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ തെറി വിളിക്കുന്ന കമന്റ്സ് നോക്കിയാൽ മതി. ശാന്തിവിള ദിനേശന്റെ പേജിന്റെ താഴെയുള്ള കമന്റ്സ് നോക്കിയാൽ മതി. അതിനകത്തപ്പോ മനസ്സിലായി പുള്ളി നല്ല ശുദ്ധനാണ്. പക്ഷെ ഞാൻ എന്റെ ശുദ്ധനായിക്കോട്ടെ, പക്ഷെ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ നമ്മളെയും ആറട്ടണ്ണനെ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പറഞ്ഞ എന്താണെന്ന് അറിയാം. ആറട്ടണ്ണൻ വ്യക്തി പല ഫ്രെയിമുകളിൽ കയറി നിൽക്കാറുണ്ട്. ഇപ്പോ ഓരോ സിനിമകളിൽ വരുമ്പോൾ ആക്ടേഴ്സിനെ നോക്കി നിൽക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ മീഡിയക്കാർ നമ്മളെ അവോയ്ഡ് ചെയ്യാറുണ്ട്. ആറട്ടണ്ണൻ പലപ്പോഴും നടന്മാരെയും നോക്കി നിൽക്കുമ്പോൾ അത് ക്യാമറയിൽ പകർത്താറുണ്ട്. മനസ്സിലായ? ഇപ്പൊ ഞാൻ പണ്ട് അങ്ങനെ നടിമാരായിട്ട് പരിചയപ്പെടാനായിട്ടുള്ള വീഡിയോസിൽ പലതും ഞാൻ പെട്ടിട്ടുണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി. പക്ഷെ ആറട്ടണ്ണൻ ഇപ്പോഴും ഓരോ റിവ്യൂവിലും ഓരോ നടന്മാരും റിവ്യൂ പറയുമ്പോൾ ആ ഫ്രെയിമിലേക്ക് പുള്ളിയുണ്ട്. പുള്ളി ഇപ്പോൾ അധികം റിവ്യൂ പറയുന്നില്ല, എല്ലാ ഫ്രെയിമിലും പുള്ളി നിൽക്കുന്നുണ്ട്. അതിനെ ആൾക്കാർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആറാട്ടനെ കുറിച്ച് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇറങ്ങി ശാന്തിവിള ദിനേശ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ 1-2 സുഹൃത്തുക്കളാണ് ഇത് എന്താണ് സംഭവം അഭിലാഷ്, ഇത് എന്തിനാണ് പുള്ളി നിങ്ങളെ കുറിച്ച് പറയുന്നത്? നിങ്ങളെ പല ഗ്രൂപ്പിലും ഇദ്ദേഹം ഉണ്ടല്ലോ, എന്നിട്ടും പുള്ളി നിങ്ങളോടുള്ള സൗഹൃദം കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇറക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല ഷോക്കായി. കാരണം പുള്ളിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കാണെങ്കിൽ ഇത് കൊടുക്കുന്ന ഒരു വ്യക്തി. പക്ഷേ പുള്ളി അപമാനിക്കുന്ന രീതിയിൽ പറയേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം പറയാം, ആറാട്ടനാണെങ്കിലും അലിൻ ജോസ് ആണെങ്കിലും ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള രണ്ടുപേർക്കും റീച്ച് ഉണ്ട്. അത്യാവശ്യം റിവ്യൂസ് സോഷ്യൽ മീഡിയയിൽ പറ്റുന്നുണ്ടെങ്കിൽ ആറാട്ടനെ എടുക്കുക. കാരണം രണ്ട് പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ആറാട്ടണ്ണന് ഇന്നാളൊരു ഇടിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായി. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുറെ മൂവിയുടെ റിവ്യൂസ് ഒന്നും പുള്ളി ചെയ്തില്ല. അപ്പോ ഒരു കാര്യം പറയണ, ഈ ആറാട്ടനെ തല്ലിയവരെ അല്ലെങ്കിൽ അവരോട് ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് 1-2 പേര് ചോദിച്ചു. ആ സമയത്ത് ആറാട്ടനെ ഈ സംഭവം അറിഞ്ഞപ്പോൾ രാത്രിയാണ് അറിയുന്നത്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഫോൺ എടുത്തില്ല. 1-2 തവണ വിളിച്ച് ഫോൺ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവരെന്തോ ഒരു കേസിൽ പെട്ടിട്ട് ഇവരെ പോലീസ് പിടിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവമായിട്ട് തന്നെ അവർക്കുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്തു. അല്ലാണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ, എൻ്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും. അപ്പോൾ അലിൻ ജോസ് ആണെങ്കിലും ആറാട്ടണ്ണനാണെങ്കിലും എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അതാരായിക്കോട്ടെ.
നമ്മുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. ഞാൻ അവിടെ ഇല്ലായിരുന്നു, എന്നിട്ട് വിളിച്ചില്ല സംഭവം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അവിടെ ഉണ്ടോന്ന് അറിയാൻ പോലും പുള്ളി വിളിച്ചില്ല. അത് കാണിച്ച് പോകരുതരാണ്. കുറെ പേര് ആറട്ടന്റെ തല്ല് കിട്ടിയപ്പോൾ അലിൻ ജോസിന് അത് കണ്ട് സന്തോഷമായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമന്റ്സ് അതിനെ പറ്റി പറയാനുള്ളത്, ഒരാളുടെ പതനം കണ്ടിട്ടോ ഒരാളുടെ സങ്കടം കണ്ടിട്ടോ ഒരു ചിരിക്കുന്ന അല്ലെങ്കിൽ ഡാൻസ് കളിക്കേണ്ട ആളല്ല ഞാൻ. അപ്പോൾ ഞാൻ പലപ്പോഴും ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഡാൻസ് കളിച്ച് റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബാന്ദ്രയുടെ റിവ്യൂവിൽ എന്നെ അവിടെ റിവ്യൂ പറയിപ്പിക്കാണ്ട് മാറ്റി നിർത്തിയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് റിവ്യൂ പറഞ്ഞു ഡാൻസ് കളിച്ചിട്ട്. അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തോന്നുന്നു. അല്ലാണ്ട് ആറാട്ടൻ്റെ പതനം വരുമ്പോൾ നമ്മൾ നോക്കി ചിരിക്കുകയല്ല. നമുക്ക് ഇഷ്ടമുണ്ട്. ആറാട്ടനെ നിസ്സാര കാര്യം മതിയിൽ പിണങ്ങാനായിട്ട്, എന്തെങ്കിലും നിസ്സാര കാര്യം മതി പിണങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ആറാട്ടനെ വല്ലപ്പോഴും കാണുമ്പോൾ പിണങ്ങുമെങ്കിലും ചില സമയത്ത് സൗഹൃദമായി പെരുമാറാറുണ്ട്, നമുക്ക് ഭക്ഷണവും മേടിച്ചു തരാറുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹമുണ്ട്. പക്ഷെ എന്താ പെട്ടെന്ന് പുള്ളിക്ക് എന്തോ അറിയില്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ തന്നെ പിണങ്ങും. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ വീഡിയോ എടുത്തിടും, ഭക്ഷണം മേടിച്ചു കഴിച്ചാൽ അപ്പം തന്നെ വീഡിയോ എടുത്തിടും. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. വേറൊരു മാറ്റർ അല്ലേ സംസാരിച്ചത്, അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ടൊന്ന് പറ. വേറെ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ ഡയറക്ടറാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം നടന്മാരുടെ പുറകെ ഡേറ്റ് ചോദിക്കാറില്ല. ഡേറ്റ് ചോദിക്കണമെന്നേ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പറാണ്. പ്രായം ഒരു നമ്പറാണ്. പ്രായത്തെ വെല്ലുന്ന തരത്തിലാണ് ഇപ്പൊ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിലും അഭിനയിക്കുന്നതും ജീവിക്കുന്നതും. അതുകൊണ്ട് തന്നെ ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കുറ്റം പറയുള്ള വീഡിയോകൾ ഇനി ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയാം, കാരണം ഒരുപാട് നമുക്ക് വലിച്ചിടണ്ട. ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ ഇത് കേൾക്കുവാണെങ്കിൽ ചേട്ടാ, കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ മേത്തേക്ക് കയറാൻ വേണ്ടിയിരിക്കുക. ചേട്ടൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുക, നല്ല നല്ല വർക്കുകൾ ചെയ്യുക, സിനിമ ചെയ്യുക. പല റിയാക്ഷൻ വീഡിയോസും കണ്ടിട്ടുണ്ട് എന്നെ പറ്റിയുള്ള. പക്ഷെ ഇത് ഒരു മ്ലേച്ഛമായിട്ടുള്ള ഒരു കളിയാക്കുന്ന രീതിയിലാണ്. അതെ, ഞങ്ങൾ പ്രതികരിച്ചെന്ന് പറയുന്നത് മാന്യമായ രീതിയിലാണ് പ്രതികരിച്ചത്. തെറ്റതെറിയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പ്രതികരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ പ്രതികരിക്കാം, തെറി വിളിച്ച് പ്രതികരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വന്ന കമന്റ്സ് അതുപോലത്തെ തെറിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇട്ടുകൊണ്ടാണല്ലോ പല യൂട്യൂബ് ബ്ലോഗേഴ്സ് നമ്മളെ പറ്റി റിയാക്ട് ചെയ്യാറില്ലേ, അതിനെ പറ്റിയൊക്കെ പ്രതികരിക്കാറുണ്ടോ എപ്പോഴും? ഇല്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അത് അവര് എന്ന് വെച്ചാൽ അവരവരുടെ റീച്ചിന് വേണ്ടി ചെയ്യുന്നല്ലേ. അതില് റീച്ച് ഉണ്ടെങ്കിലും അവര് പ്രതികരിക്കുന്ന രീതി അത്ര അലമ്പായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന കാര്യമാണ്. പുള്ളിയുടെ റീച്ചിന് വേണ്ടി പെട്ടെന്ന് പറയാൻ കാരണം ആട്ടായത്തിന്റെ പേരും കൂടി പറഞ്ഞു, അതുകൊണ്ടാണ് വിഷമം. പിന്നെ പുള്ളി ആദ്യമായി പറഞ്ഞു ഹലോ മിസ്റ്റർ പെരേര എന്ന് പറയുമ്പോൾ പെരേര എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു, പെരേര എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കൽ എന്ന് പറഞ്ഞ രീതി. ഇപ്പം ഞാൻ റിവ്യൂ എന്നൊക്കെ ഇട്ട് നിന്ന് സിനിമയും ഷോർട്ട് ഫിലിമും അങ്ങനെ ആൽബംസ് അങ്ങനെ കേട്ട് പോണേണ്. അപ്പം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെ പറ്റി പലിച്ചുകൊണ്ട് ആവശ്യമില്ല. പുതിയ വേട്ടാവളിയന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മറ്റേ ഈ ആൾക്കാർ വരട്ടെ. എന്തിനാണ് ഇങ്ങനെ ഈ മീഡിയയിൽ വരുമ്പോൾ ആൾക്കാരെ പേടിക്കുന്നത്? ആൾക്കാർക്ക് മീഡിയ കൊണ്ട് മീഡിയക്കാർക്കാണ് ലാഭം, അല്ലാണ്ട് ഇവർക്ക് ലാഭമൊന്നുമില്ല. ഇവർക്ക് ഇപ്പോൾ വൈറലായ പിറ്റേ ദിവസം ആരാണ് നിങ്ങൾ നായകനാക്കിയേക്കുന്നത്? നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കാമെങ്കിൽ മാത്രമല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവര് നാളെ തന്നെ അഭിനയിക്കുന്നില്ല. സിനിമയിൽ അഭിനയിച്ചാലും ഒരു തെറ്റില്ല. കാരണം ഒന്നോ രണ്ടോ സിനിമയിൽ പുതുമുഖ നടന്മാർ അഭിനയിച്ചൊരു സിനിമ വന്നാലും തെറ്റില്ല. തിരക്കില്ലാണ്ട് ഓടിയില്ലെങ്കിലും ഒരാളുടെ ഒരു ആഗ്രഹമായിരിക്കാം സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത്. അത് ഓരോരുത്തരും പറയട്ടെ. ഇപ്പോൾ ടൈഗർ അണ്ണൻ എന്ന് പറയുന്ന മനോജ് കുമാർ ആണെങ്കിലും നമ്മുടെ കിം ബോയ് ആണെങ്കിലും അഭിനയത്തിലേക്ക് വരട്ടെ, എന്തിനെ പേടിക്കണം? ഞാനാണെങ്കിലും ഒരു കാര്യം ലാസ്റ്റ് ആയിട്ട് പറയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് കിംബോയിന്? വ്യക്തിപരമായ കാര്യം അത് നമുക്കറിയില്ല. അതെ, ഞാൻ പറയാം, ശാന്തിയുള്ള ദിനേശ് ചേട്ടാ, ഞങ്ങളെ പോലുള്ളവരുടെ മേത്തേക്ക് കയറാൻ വരാണ്ട്. അതായത് നല്ല നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ, റീച്ചിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞങ്ങളെപ്പോലുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക, അതാണ് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ തെറിയ തെറ്റൊന്നും പറഞ്ഞില്ല, പറയാൻ അറിയാഞ്ഞിട്ടുമല്ല. നല്ല തെറിയ അതിൻ്റെ താഴെ വന്ന് വിളിക്കാൻ അറിയാഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല രീതിയിൽ സിനിമയായിട്ട് മുന്നോട്ട് പോവാം അല്ല പക്ഷേ, അല്ലാണ്ട് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ നെഞ്ചത്തേക്ക് കയറാൻ വരാണ്ടിരിക്കുക. കാരണം ഇത് കാണുമ്പോൾ മറ്റുള്ളവർ തെറി വിളിക്കും. നിങ്ങൾ ഇരുന്ന വീഡിയോ കാണുമ്പോൾ തെറി വിളിക്കുമ്പോൾ ഞങ്ങൾക്കത് കൊള്ളും. നിങ്ങൾ വീഡിയോ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീഡിയോ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഞങ്ങളെ തെറി വിളിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കൊള്ളും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തായാലും ഇനി മുതൽ ഞങ്ങളുടെ ആ ഒരു പ്രശ്നം അല്ലേ ഇനി എടുത്തിടാണ്ടിരിക്കുക. ദിനേശ് ചേട്ടൻ ഇനി നല്ല നല്ല സിനിമകൾ മമ്മൂക്കനെ വെച്ചും ലാലേട്ടനെ വെച്ചും ദിലീപേട്ടനെ വെച്ചും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.